സോ UPSC വിളിക്കുന്ന നിരവധി പോസ്റ്റുകൾ അതിൽ നമ്മുടെ CDS ഉണ്ട്, NDA ഉണ്ട്, അതുപോലെ സിവിൽ സർവീസ് ഉണ്ട്, അങ്ങനെ അസിസ്റ്റന്റ് കമാൻഡന്റ് പോലുള്ള ഒരുപാടധികം പോസ്റ്റുകളുടെ അപേക്ഷ ഇനി തുടങ്ങാനായിട്ട് പോവുകയാണ്. 2027ലേക്കുള്ള കലണ്ടർ ഇപ്പോൾ UPSC റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് NDA എന്ന് പറയുന്ന പോസ്റ്റ് നോക്കാം. അതായത് മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് NDA. ഒരു വർഷം 2 നോട്ടിഫിക്കേഷൻ വിളിക്കും. NDA 1ഉം NDA 2ഉം 2027 രണ്ടെണ്ണം വിളിക്കും. 2026 രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഇങ്ങനെയുള്ള അപ്ഡേറ്റ് കിട്ടാനായിട്ട് പ്രോപ്പറായി നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതുപോലെ NA നാവൽ അക്കാഡമി എക്സാമിനേഷൻ 1 2027 നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത് CDSന്റെ കൂടെ തന്നെയാണ്. CDS എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്നത്. ഈ +2 ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ആർമി, നേവി, എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ +2 പഠിക്കുന്ന, +2 കഴിഞ്ഞവരുണ്ടാകും. അപ്പോൾ അവരെ ഈ ഒരു UPSCന്റെ പരീക്ഷ എഴുതിയിട്ട് അവരത് എഴുതി വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ ട്രെയിനിങ്ങും കൊടുക്കും. പിന്നെ അവർ ഡിഗ്രിയും പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ മൊത്തം 4 ഇയർ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നിങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. അതുപോലെ തന്നെ ആർമിയിൽ അല്ലെ നേവിയിൽ, എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ഓഫീസറായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഈ NDA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NDA ഇവിടെ ഉള്ളതാണ് കേട്ടോ, NDA. അതുപോലെ CDS കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഡിഗ്രി ഇവിടെ കോച്ചിങ് നിങ്ങൾക്ക് ഇവിടെ തരികയാണ് ചെയ്യുന്നത്. +2 പഠിച്ച് നിങ്ങൾ പോകുന്നു, ഡിഗ്രിയും അതുപോലെ തന്നെ ആർമി ട്രെയിനിങ്ങും എല്ലാം ഇവിടെ തരുന്നു. ഈ 4 വർഷത്തെ തരുന്നു. സോ ഇത് ഉദാഹരണത്തിന് വളരെ എളുപ്പത്തിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ CDS എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതിനുശേഷം അല്ലെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ ആണ്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എഴുതുന്ന ഒരു എക്സാമാണ് CDSഉം 1ഉം 2ഉം ഉണ്ട്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ചിട്ട് വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. എക്സാം ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക. പിന്നെ ചില പ്രോസസ്സിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ രണ്ട് വഴിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ പോകുന്നത്. SSB ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നിടത്തേക്ക് മാറും. അപ്പോൾ എന്തായാലും CDSലേക്ക് പോകുന്ന സമയത്ത് CDS ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കും. ഡിഗ്രിയിൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ രണ്ടിനും SSB ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. NDAക്കും ഉണ്ട്, CDSനും ഉണ്ട്. അപ്പോൾ CDSൻ്റെ എക്സാം നിങ്ങൾ എഴുതി വിജയിക്കുകയാണെങ്കിൽ SSB എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ലഭിക്കും. ഇപ്പോഴും മലയാളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് പണ്ട് ചെയ്തൊരു വീഡിയോ ആണ്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മലയാളത്തിൽ വിവരങ്ങൾ പറയുന്ന വീഡിയോ അതേ ഉള്ളൂ. ബിക്കോസ് അതിൻ്റെ സെലക്ഷനിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ നിലവിൽ ഇതുവരെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അഗ്നിവീർ വന്നപ്പോൾ ആർമീൻ്റെ ഒരുപാട് ചേഞ്ച് വന്നല്ലോ. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാറി അപ്ഡേറ്റ് ചെയ്ത് പുതിയ വീഡിയോ നമ്മൾ ലോഞ്ച് ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും നിലവിൽ അത് മതി, അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നത് 2/12/2026 CDS 1 അതുപോലെ തന്നെ NDA 1ൻ്റെ അപേക്ഷ തുടങ്ങുന്നത്. ഏകദേശം 22/12/2026 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 11/4/2027 അടുത്ത വർഷമാണ് കേട്ടോ. ഞായറാഴ്ച ആയിരിക്കും എക്സാം, ഒരു ദിവസത്തെ എക്സാം ആയിരിക്കും. ഇത് പാസ്സായാലാണ് നിങ്ങൾ SSB ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇനി നമ്മുടെ IAS, IPS അതുപോലെ IFSലേക്കെല്ലാമുള്ള സിവിൽ സർവീസ് എക്സാമിനേഷനാണ് 2027. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷനും ഇതിൻ്റെ കൂടെ നടത്താറുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. കോമൺ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13/1/2027 ഇതിൻ്റെ അപേക്ഷ വിളിക്കും. അതുപോലെ 2/7/2027 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 23/5/2027 ഇതിൻ്റെ പ്രിലിമിനറി നടക്കുന്നത്. സിവിൽ സർവീസ് പ്രിലിമിനറി 2027 നടക്കുന്ന ഡേറ്റ് ആണിത്. അതും സൺഡേ ഒരു ദിവസത്തെ പരീക്ഷ. പ്രതീക്ഷയോടെ ഇരിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കും. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള AAC അസിസ്റ്റന്റ് കമാൻഡന്റിലേക്കുള്ള എക്സാം എന്ന് പറയുന്നത് 2027 വിളിക്കാൻ പോകുന്നത്. 17/2/2027 അപേക്ഷ തുടങ്ങും. ഏകദേശം 9/3/2027 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 4/7/2027 ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഞായറാഴ്ചയാണ്, ഒരു ദിവസത്തെ പരീക്ഷയാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെ എക്സാം നടക്കുന്ന കാണാൻ സാധിക്കും എപ്പോഴാണെന്ന്. പിന്നെ NDA അതുപോലെ തന്നെ CDS നമ്മൾ പറഞ്ഞു ഒരു വർഷം 2 ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ 12/5/2027 വിളിക്കും. 1/6/2027 വരെ അപേക്ഷിക്കാം. 19/9/2027 ആയിരിക്കും പരീക്ഷ. ഒരു ദിവസത്തെ പരീക്ഷയാണ്, ഞായറാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ മെയിൻസ് എക്സാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വർഷം UPSC വിളിക്കുന്ന പ്രധാന പരീക്ഷകളെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.